ഹായ്, എല്ലാവർക്കും കേരള അക്കാഡമിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഡി സി മെഷീൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റുകളാണ്. അപ്പോൾ ഡി സി മെഷീനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു മെഷീനെ സംബന്ധിച്ചിടത്തോളം ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയുള്ള ഒരു അനാലിസിസ് അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊരു സ്റ്റഡി നമ്മൾ തീർച്ചയായിട്ടും നടത്തണം. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ബ്രീഫായിട്ടുള്ളൊരു ഡിസ്കഷനാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഒരു ഡെഫിനിഷനൊക്കെ ആയിട്ട് നമുക്ക് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം, whenever the armature conductors carry current, it will produce a flux called armature flux. The effect of that armature flux on main flux or main field flux is called armature reaction. അതായത് നമ്മുടെ ആർമേച്ചർ, അതായത് റോട്ടിൽ ഉണ്ടാകുന്ന ആർമേച്ചർ കണ്ടക്ടേഴ്സ് എപ്പോഴെങ്കിലും കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഫ്ലക്സ് കോൾഡ് ആർമേച്ചർ ഫ്ലക്സ്. ആ ആർമേച്ചർ ഫ്ലക്സ് മെയിൻ ഫീൽഡ് ഫ്ലക്സിന് ഉണ്ടാക്കുന്ന എഫക്റ്റിനെയാണ് നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് എഴുതാനായിട്ട് സാധിക്കും, ഇറ്റ് ഈസ് ദ എഫക്റ്റ് ഓഫ് ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫീൽഡ് ഫ്ലക്സ്. ഓക്കെ, ആർമേച്ചർ ഫ്ലക്സ് ഓൺ മെയിൻ ഫീൽഡ് ഫ്ലക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ടേംസ് ഉണ്ട്, ഒന്ന് ആർമേച്ചർ ഫ്ലക്സും ഒന്ന് മെയിൻ ഫീൽഡ് ഫ്ലക്സും. അപ്പോൾ ആർമേച്ചർ കണ്ടക്ടേഴ്സ് കറണ്ട് ക്യാരി ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് ആർമേച്ചർ ഫ്ലക്സും. മെയിൻ ഫീൽഡ് ഫ്ലക്സ് നമുക്കറിയാം, ഒരു ഡി സി മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് മെയിൻ ഫീൽഡ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന എഫക്റ്റ് നമ്മൾ അക്കൗണ്ടിൽ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ എയർ ഗ്യാപ്പിലുണ്ടാകുന്ന ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മെയിൻ ഫീൽഡ് ഫ്ലക്സ് മാത്രമായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്നിരിക്കുന്ന എഫക്റ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എയർ ഗ്യാപ്പിലുണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് മെയിൻ ഫീൽഡ് ഫ്ലക്സിൻ്റെയും ആർമേച്ചർ ഫ്ലക്സിൻ്റെയും റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് ആയിരിക്കും. ആ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നോർമൽ ആയിട്ടുള്ള ഒരു മെയിൻ ഫീൽഡ് ഫ്ലക്സ് പോലെ ആയിരിക്കില്ല, കുറച്ചുകൂടെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും നമുക്ക് എയർ ഗ്യാപ്പിൽ കിട്ടുക. മാത്രമല്ല അതിലെ ഫ്ലക്സ് പെർ പോൾ എന്ന് പറയുന്നത് കുറയാനായിട്ടുള്ള ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പോൾ രണ്ട് എഫക്ട്സ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന്, ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നിരിക്കുന്ന എയർ ഗ്യാപ്പിൽ ഡിസ്റ്റോർട്ടഡ് ആവുകയും, രണ്ടാമത്തത് ഫ്ലക്സ് പെർ പോളിൻ്റെ റിഡക്ഷനും നമുക്കിവിടെ സംഭവിക്കുന്നുണ്ട്. ആ രണ്ട് എഫക്ട്സ് ആണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ്. അപ്പോൾ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിസ്റ്റോർഷനെ ബാധിക്കുകയും, ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് പെർ പോളിനെ റെഡ്യൂസ് ചെയ്യുന്ന രണ്ട് എഫക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ പഠിച്ച ആൾക്കാർക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ആണ്, ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ആണ്, മാഗ്നറ്റൈസേഷൻ എഫക്ട്സ് ആണെന്നൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മളിവിടെ രണ്ട് എഫക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഒന്ന് ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ്, ഒന്ന് ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ എഫക്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്, ഒരു ആർമേച്ചർ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് ഫർദറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 പോൾ ആയിട്ടുള്ളൊരു ഡി സി മെഷീൻ ഞാനിവിടെ ഡ്രോ ചെയ്യാം. അതിലൂടെ നമുക്ക് ഇതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു നോർത്ത് പോൾ വരച്ചു, ഒരു സൗത്ത് പോൾ വരച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു നോർത്ത് പോളും സൗത്ത് പോളും വരച്ചു. ആർമേച്ചർ കണ്ടക്ടേഴ്സിനെ ഞാൻ ഇതിൽ പ്ലേസ് ചെയ്യാണ്. അധികം ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഞാൻ വരയ്ക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെഷീനെ പറ്റി പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആക്സസുകളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഡി ആക്സിസ്, എന്താണ് ക്യൂ ആക്സിസ്, എന്താണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, എന്താണ് ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ആക്സസുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആക്സിസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡി ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫാക്ടറാണ് ആദ്യം വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫൈൻ. സോ ഡി ആക്സിസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആക്സിസ് ആണ്. അപ്പോൾ ഡി ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് ആക്സിസ്. ഡയറക്റ്റ് ആക്സിസ് നമുക്ക് പറയാം, അല്ലെങ്കിൽ പോൾ ടു പോൾ ആക്സിസ് പറയാം, അല്ലെങ്കിൽ മെയിൻ ഫീൽഡ് ആക്സിസ് നമുക്ക് പറയാം. അതായത് മെയിൻ ഫീൽഡ് ആക്സിസ് നമ്മുടെ ഇവിടെ രണ്ട് പോൾസാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് പോൾസാണ് ഇവിടെ മെയിൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? മെയിൻ ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്, നോർത്തിൽ നിന്നും സൗത്തിലോട്ട് പോകുന്നു.
നോർത്ത് പോളിൽ നിന്ന് സൗത്തിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു മെയിൻ ഫീൽഡ് ആക്സിസിനെ അല്ലെങ്കിൽ ഈ ഒരു പോൾ ടു പോൾ ആക്സിസിനെയാണ് നമ്മൾ ഡയറക്റ്റ് ആക്സിസ് എന്ന് നമ്മൾ പറയുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഡയറക്റ്റ് ആക്സിസ് എന്ന് പറയുക. ഇപ്പോൾ ഡി ആക്സിസ് എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. പോൾ ടു പോൾ ആക്സിസ് അല്ലെങ്കിൽ മെയിൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആക്സിസ്, അതിനാണ് നമ്മൾ ഡയറക്റ്റ് ആക്സിസ് എന്ന് പറയുക. രണ്ടാമത്തെ ആക്സിസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യൂ ആക്സിസ് ആണ്. ക്യൂ ആക്സിസ് എന്ന് പറയുന്നത് it is an axis that is quadrature to that of d axis. d ആക്സിസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ആക്സിസ് ആണ് ക്യൂ ആക്സിസ്. ഈ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന പറയുമ്പോൾ നമുക്ക് മെക്കാനിക്കലായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കില്ല, ഇലക്ട്രിക്കലായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന ആക്സിസ് ആണ്. അതായത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓരോ ആംഗിളും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഓരോ ആംഗിളും എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ആംഗിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഡി ആക്സിസിനോട് 90 ഡിഗ്രി ഇലക്ട്രിക്കലായിട്ട് നിൽക്കുന്ന ഒരു ആക്സിസ് ആയിരിക്കും ക്യൂ ആക്സിസ് എന്ന് പറയുക. Okay, so it is an axis that is quadrature to that of d axis. Quadrature to that of d axis എന്ന് ഉദ്ദേശിക്കുന്നത് 90 ഡിഗ്രി ഇലക്ട്രിക്കൽ ആംഗിൾ ഡിഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നമുക്കറിയാം, തീറ്റ ഇലക്ട്രിക്കൽ ഈസ് നത്തിങ് ബട്ട് p/2, തീറ്റ മെക്കാനിക്കൽ എന്നൊരു കാര്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുമ്പോൾ 2/2 വിൽ ബി ക്യാൻസൽ ഔട്ട്. സോ തീറ്റ ഇലക്ട്രിക്കൽ വിൽ ബിക്കുള്ളൂ തീറ്റ മെക്കാനിക്കൽ. അപ്പോൾ 90 ഡിഗ്രി തീറ്റ ഇലക്ട്രിക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്കലിലെ 90 ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഈ ഡി ആക്സിസിനോട് 90 ഡിഗ്രി ആയിട്ട് നിൽക്കുന്ന ആക്സിസ് ആണ് ക്യൂ ആക്സിസ് എന്ന് പറയാം. അപ്പോൾ നമുക്കിതിനെ ക്യൂ ആക്സിസ് എന്ന് നമുക്ക് വിളിക്കാം. ക്യൂ ആക്സിസ്. ഓക്കെ, ഡി ആക്സിസും ക്യൂ ആക്സിസും. അപ്പോൾ ഡി ആക്സിസ് കഴിഞ്ഞു, ക്യൂ ആക്സിസ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് പറയാനുള്ളത് ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്, GNA, ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് എൻ ആക്സിസ് ദാറ്റ് ഈസ് ക്വാഡ്രേച്ചർ ടു ദാറ്റ് ഓഫ് മെയിൻ ഫീൽഡ് ഫ്ലക്സ്. അതായത് മെയിൻ ഫീൽഡ് ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഇലക്ട്രിക്കലായിട്ട് നിൽക്കുന്ന ആക്സിസ് ആണ് ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. അപ്പം മെയിൻ ഫീൽഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഡി ആക്സിസ് ആണ് അല്ലേ. മെയിൻ ഫീൽഡ് ഫ്ലക്സ് ആക്സിസിനാണ് നമ്മൾ ഡി ആക്സിസ് എന്ന് പറഞ്ഞത്. ആ ഡി ആക്സിസിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്ന, അതിൽ 90 ഡിഗ്രി ഇലക്ട്രിക്കലായിട്ട് നിൽക്കുന്ന ഏതൊരു ആക്സിസിനെ നമുക്ക് ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് നമുക്ക് പറയാം. സോ നമുക്ക് പറയാം ഇറ്റ്സ് ആക്സിസ് quadrature to main field flux. ഓക്കെ, മെയിൻ ഫീൽഡ് ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്ന ഏതൊരു ആക്സിസിനെ നമുക്ക് ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നിരിക്കുന്നത് ക്യൂ ആക്സിസ് ആയിട്ട് കോയിൻസൈഡ് തന്നെ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസും ക്യൂ ആക്സിസും കോയിൻസൈഡ് ചെയ്തിട്ടാണ് നിൽക്കുക എന്നൊരു കാര്യം മനസ്സിലായി. അടുത്തത് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. എന്താണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്? സോ ഇറ്റ് ഈസ് എൻ ആക്സിസ് that is quadrature to that of resultant flux. നമ്മൾ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്വാഡ്രേച്ചർ ടു മെയിൻ ഫീൽഡ് ഫ്ലക്സ് ആണ്. ഇതാണ് മെയിൻ ഫീൽഡ് ഫ്ലക്സ്. ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് ആണ് മെയിൻ ഫീൽഡ് ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കണമെങ്കിൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് റിസൾട്ടന്റ് ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്നതായിരിക്കും. നമ്മുടെ എയർ ഗ്യാപ്പിലും എപ്പോഴും നമുക്ക് മെയിൻ ഫീൽഡ് ഫ്ലക്സ് മാത്രമായിരിക്കില്ല. നമ്മൾ പറഞ്ഞു ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറയുന്ന എഫക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആർമേച്ചർ ഫ്ലക്സും ഉണ്ടായിരിക്കും, മെയിൻ ഫീൽഡ് ഫ്ലക്സും ഉണ്ടായിരിക്കും. ആർമേച്ചർ ഫ്ലക്സിൻ്റെയും മെയിൻ ഫീൽഡ് ഫ്ലക്സിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും എയർ ഗ്യാപ്പിൽ ഉണ്ടായിരിക്കുന്ന ഫ്ലക്സ്. അതാണ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ്. അപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ 90 ഡിഗ്രി ഇലക്ട്രിക്കലായിട്ട് നിൽക്കുന്ന ഏതൊരു ആക്സിസിനെയും നമുക്ക് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എൻ ആക്സിസ് quadrature to resultant flux. ഓക്കെ, അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഈ ഒരു ആക്സിസിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ആക്സിസിൽ ലൈ ചെയ്യുന്ന കണ്ടക്ടേഴ്സിൽ ഇൻഡ്യൂസ്ഡ് ആയിരിക്കുന്ന EMF 0 ആയിരിക്കും. സോ ഇൻഡ്യൂസ്ഡ് EMF in the conductor lying in MNA is 0. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിൽ ലൈ ചെയ്യുന്ന കണ്ടക്ടേഴ്സിൽ ഉണ്ടാകുന്ന EMF 0 ആയിരിക്കും. എങ്ങനെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമുക്കറിയാം EMF ഇൻഡ്യൂസ് ചെയ്യണം. നമ്മൾ നമുക്ക് ജനറേറ്ററിൻ്റെ കേസ് എടുക്കുകയാണെന്ന് വെച്ചാൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു കേസ് എന്ന് പറയുന്നത് EMF എന്ന് പറയുന്നത് എന്താണ്? EMF ഇറ്റ് ഈസ് നത്തിങ് ബട്ട് B
എൽ വി സൈൻ തീറ്റ അല്ലേ. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എന്താണ്? തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഫ്ലക്സ് ഡെൻസിറ്റിയും വെലോസിറ്റി വെക്ടറും തമ്മിലുള്ള ആംഗിൾ ഡിഫറൻസ് ആണ് തീറ്റ എന്ന് പറയുന്നിരിക്കുന്ന ആംഗിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസ് എടുക്കാമെന്ന് വിചാരിക്കാം. നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കേസ് എടുക്കാമെന്ന് വെച്ചാൽ റിസൾട്ടൻറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മെയിൻ ഫ്ലക്സ് തന്നെയാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് അസ്യൂം ചെയ്യാം. അപ്പോൾ റിസൾട്ടൻറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് ഈ മെയിൻ ഫീൽഡ് ഫ്ലക്സ് തന്നെയാണ്. അതായത് എയർ ഗ്യാപ്പിൽ ഉണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മെയിൻ ഫ്ലക്സ് തന്നെയാണ്. അപ്പോൾ ഈ മെയിൻ ഫ്ലക്സിൻ്റെ വെലോസിറ്റി വെക്ടർ എങ്ങോട്ടായിരിക്കും? ഇതാണ് നമ്മുടെ മെയിൻ ഫ്ലക്സിൻ്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത്. ഞാൻ ഒരു ജനറേറ്ററിനെ അസ്യൂം ചെയ്യാണ്. ആ ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്നിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഓക്കെ, നമുക്കറിയാം ജനറേറ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. നമുക്കൊരു പ്രൈമർ വെച്ചിട്ടാണ് നമ്മൾ ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു ക്ലോക്ക് വൈസ് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്ലോക്ക് വൈസ് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഒരു വെക്റ്റർ നോക്കുക, ഈ ഒരു കണ്ടക്ടർ നോക്കുക, ഈ രണ്ട് കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ വെലോസിറ്റി വെക്ടർ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. ഈ കണ്ടക്ടറിൻ്റെ വെലോസിറ്റി വെക്ടർ എങ്ങോട്ടായിരിക്കും? ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കണ്ടക്ടറിൻ്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലും സെക്കൻഡ് വെക്ടറിൻ്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഈ രണ്ട് കണ്ടക്ടർ. നമ്മൾ റെഫറൻസ് ആയിട്ട് ഫ്ലക്സ് ഡെൻസിറ്റി വെക്ടർ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള വ്യത്യാസം ആംഗിൾ ഡിഫറൻസ് എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് 0 ആണ് അല്ലേ. ഇത് രണ്ടും പാരലൽ അല്ലെങ്കിൽ ആൻറ്റി പാരലാണ്. അപ്പോൾ തീറ്റ അല്ലെങ്കിൽ 180 ഡിഗ്രി ആയിരിക്കും. തീറ്റ സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ രണ്ട് കണ്ടക്ടറിലും നമുക്ക് 0 ആയിരിക്കും കറണ്ട്, 0 ആയിരിക്കും EMF ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞത്? മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്ന ആക്സിസ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ആർമേച്ചർ റിയാക്ഷൻ എഫക്ട് ചെയ്യുന്നില്ല, ഒന്നും കൺസിഡർ ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ മെയിൻ ഫീൽഡ് ഫ്ലക്സ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു, അല്ലെങ്കിൽ അസ്യൂം ചെയ്യില്ല, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്ന ആക്സിസ് ഏതാണ്? ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്ന ആക്സിസ് ഇതാണ്. ഓക്കെ, ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്ന ആക്സിസ് MNA എന്ന് പറഞ്ഞിരിക്കുന്ന ആക്സിസ് ഇതാണ്. ആ ആക്സിസിൽ ലൈ ചെയ്യുന്ന കണ്ടക്ടറാണ് ഈ രണ്ട് കണ്ടക്ടേഴ്സ്. ഞാൻ നെയിം ചെയ്യാം 1, 2. ഈ രണ്ട് കണ്ടക്ടറിലും എന്ത് സംഭവിച്ചു? ഇൻഡ്യൂസ്ഡ് ആയിരുന്നിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ കണ്ടക്ടർ ലൈങ് ഇൻ ദ MNA ഈസ് 0 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് പറയാം നോർമലി നമ്മൾ ബ്രഷസ് എല്ലാം ലൈ ചെയ്യുന്നത് എന്തിലാണ്? Q ആക്സിസിലാണ് നമ്മുടെ ബ്രഷസ് എല്ലാം നമ്മൾ പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇത്രയുമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആക്സിസിനെ പറ്റിയിട്ട് നമുക്ക് അറിയാനായിട്ട് ഉള്ളത്. ഫൈൻ, ഇനി നമുക്ക് ഓരോ കേസുകൾ എടുക്കാം. ആർമേച്ചർ റിയാക്ഷൻ ലോഡഡ് ആയിട്ടുള്ള സമയത്ത് എങ്ങനെയായിരിക്കും, അൺലോഡഡ് ആയിട്ടുള്ള സമയത്ത് എങ്ങനെയായിരിക്കും എന്ന് നമുക്കുള്ള ഓരോ കേസുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് ഞാൻ എടുക്കുകയാണ്. കേസ് ഫസ്റ്റ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, കേസ് ഫസ്റ്റ് എടുക്കുന്നത് അൺലോഡഡ് ആയിട്ടുള്ള ഒരു കേസാണ് ഞാൻ എടുക്കുന്നത്. അൺലോഡഡ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറേറ്റർ ആണെന്ന് വെച്ചാൽ നമുക്ക് ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല, നമുക്ക് ടെർമിനലിൽ ഒരു ലോഡും കണക്ട് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും കറണ്ട് എന്ന് പറയുന്നിരിക്കുന്നത് നമുക്ക് 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആർമേച്ചർ കറണ്ട് IA എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഫൈൻ, അപ്പോൾ നമുക്ക് രണ്ട് പോൾസ് വരയ്ക്കാം. നമ്മൾ 2 പോൾ മെഷീൻ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്. സ്റ്റഡി ചെയ്യാൻ എളുപ്പമാണ് 2 പോൾ മെഷീൻ, അതുകൊണ്ടാണ് നമ്മൾ 2 പോൾ മെഷീൻ എടുക്കുന്നത്. ഞാനിവിടെ ചെറിയൊരു കണ്ടക്ടർ റോട്ടറെ വരയ്ക്കുന്നുള്ളൂ, കാരണം ഇതിൽ ആർമേച്ചറിൽ കണ്ടക്ടറിൽ കറണ്ട് ഒന്നും ഇല്ല. ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മുടെ ആക്സിസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഡയറക്റ്റ് ടു ഡയറക്റ്റ് അല്ലെങ്കിൽ പോൾ ടു പോൾ ആക്സിസ് ആണ് നമ്മുടെ D ആക്സിസ് എന്ന് പറഞ്ഞു. ഇവിടെ 2 പോളുള്ളൂ, അതിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് 90 ഡിഗ്രി ഇലക്ട്രിക്കലായിട്ട് നിൽക്കുന്ന ആക്സിസ് ആണ് Q ആക്സിസ് എന്ന് പറഞ്ഞു. ഇനി മെയിൻ ഫീൽഡ് ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്ന ആക്സിസ് ആണ് നമ്മുടെ ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് രണ്ടും സെയിമിങ് ആണ്. ഇനി ഇവിടെ ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടാവുമോ? ഇല്ല, കാരണം ആർമേച്ചറിൽ കറണ്ട് ഒന്നും തന്നെയില്ല. അൺലോഡഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ആർമേച്ചർ കറണ്ട് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, കറണ്ട് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആർമേച്ചർ എന്ന് പറയുന്ന ഫ്ലക്സ് ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് എന്ന് പറയുന്നിരിക്കുന്നത്, ഈ എയർ ഗ്യാപ്പിലുണ്ടാകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് മെയിൻ ഫീൽഡ് ഫ്ലക്സ് മാത്രമായിരിക്കും. അതിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്ന 90 ഡിഗ്രി ഇലക്ട്രിക്കലായിട്ട് നിൽക്കുന്ന ആക്സിസ് ആണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ
ആ ഒരു ആക്സിസ് ആണ് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് ഉണ്ടാവും? ഇവിടെ തീർച്ചയായിട്ടും ആർമേച്ചർ റിയാക്ഷൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയില്ല. ഓക്കെ, ഇവിടെ മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ നമുക്ക് ഒരു ഡിസ്റ്റോർഷനും സംഭവിക്കുന്നില്ല. കാരണം ആർമേച്ചർ കണ്ടക്ടറിൽ കറണ്ട് ഒന്നുമില്ല. ഞാൻ φF എന്ന് പറയുന്നത് മെയിൻ ഫീൽഡ് ഫ്ലക്സ് ആണ്. FF എന്ന് പറയുന്നത് ഞാൻ മെയിൻ ഫീൽഡിൻ്റെ MMF നമുക്ക് പറയാം. ഓക്കെ, സോ ഫ്ലക്സിന് MMF ഏതെങ്കിലും ഒന്ന് മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ MMF ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ് ആണ് ഫ്ലക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അടുത്തത് നമുക്ക് ഇനി ലോഡഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ എന്ത് സംഭവിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർമേച്ചർ കണ്ടക്ടേഴ്സ് കറണ്ട് ക്യാരി ചെയ്താലാണ് ആർമേച്ചർ റിയാക്ഷന് എഫക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ കേസ് 2 ലോഡഡ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ വീണ്ടും ഒരു 2 പോൾ വരയ്ക്കുകയാണ്. നോർത്ത് പോൾ വരച്ചു, സൗത്ത് പോൾ വരച്ചു. ഓക്കെ, ഇവിടെ നമ്മുടെ ബ്രഷസ് എല്ലാം അലോക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ, ക്യൂ ആക്സിസിലാണ് ബ്രഷസ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. നമ്മളൊരു റോട്ടർ വരച്ചു. റോട്ടറിൽ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ഇത്ര കണ്ടക്ടേഴ്സേ വരയ്ക്കുന്നുള്ളൂ. എന്താണ് നമ്മുടെ പോൾ ടു പോൾ ആക്സിസ്? നമ്മൾ ഡി ആക്സിസ് വരച്ചു. ഡി ആക്സിസിനോട് ക്വാഡ്രേച്ചർ ആയിട്ട് നിൽക്കുന്ന ആക്സിസ് ആണ് ക്യൂ ആക്സിസ്. ഇതാണ് നമ്മുടെ മെയിൻ ഫീൽഡ്. നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മെയിൻ ഫീൽഡ്. ആ മെയിൻ ഫീൽഡിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ 90 ഡിഗ്രി ഇലക്ട്രിക്കൽ ആയിട്ട് നിൽക്കുന്ന ആക്സിസ് ആണ് ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ജോമെട്രിക്കൽ ന്യൂട്രൽ ആക്സിസ്. ഇനി റിസൾട്ടൻറ്റ് ഫ്ലക്സ് ഉണ്ടാവുന്ന ആക്സിസ് ആണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്. നമ്മൾ ആർമേച്ചർ റിയാക്ഷനെ പറ്റി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഇത് തന്നെയാണ്. കാരണം ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ കറണ്ട് ഉണ്ടായതിനു ശേഷം എന്താ എഫക്റ്റ് ഉണ്ടാവുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള സിമിലർ ആയിട്ടൊരു കണ്ടീഷൻ തന്നെയാണ് ഇവിടെ വന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത്? ആർമേച്ചർ കറണ്ട് അല്ലെങ്കിൽ ആർമേച്ചർ കണ്ടക്ടേഴ്സ് കറണ്ട് ക്യാരി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏത് ഡയറക്ഷനിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അസ്യൂം ചെയ്യാണ് നമ്മുടെ ജനറേറ്റർ ഈ ഒരു ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ EMFൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ജനറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രൈം മൂവർ വെച്ചിട്ടാണ് നമ്മുടെ ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് ഇവിടുത്തെ ഒരു ജനറേറ്റർ ഇവിടെ ഈ ഒരു ക്ലോക്ക് വൈസിൽ ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു കണ്ടക്ടറിലാണ് ഞാൻ കറണ്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു കണ്ടക്ടർ എന്തായാലും തീർച്ചയായിട്ടും മുകളിലോട്ടാണ് പോകാനായിട്ട് ചാൻസ്. കാരണം ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ. തീർച്ചയായിട്ടും ഈ കണ്ടക്ടർ മുകളിലോട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് മുകളിലോട്ടായിരിക്കും. റൈറ്റ് ഹാൻഡ് എടുത്തു. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മുടെ ഫോഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, മുകളിലോട്ടാണെന്ന് മനസ്സിലായി. ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 4 ഫിംഗറാണ്. ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നോർത്തിലോ സൗത്തിലോട്ടാണ്, ഈ ഒരു ഡയറക്ഷനാണെന്ന് മനസ്സിലായി. ഈ ഒരു ഫിംഗറാണ് നമ്മൾക്ക് കറണ്ടിൻ്റെ അല്ലെങ്കിൽ EMFൻ്റെ ഡയറക്ഷൻ തരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ് വിൽ ബി ഇൻ ടു ദ ബോർഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ക്രോസ് ആണ് വരിക. ഒബ്വിയസ്ലി ഇവിടെ നമുക്ക് ഡോട്ട് ആയിരിക്കും വരിക. നിങ്ങൾക്ക് വെച്ച് നോക്കാവുന്നതാണ്. ഈ 2 കണ്ടക്ടേഴ്സിൽ തീർച്ചയായിട്ടും കറണ്ട് ഉണ്ടാവില്ല. കാരണം വെലോസിറ്റി വെക്ടറും ഫ്ലക്സ് ഡെൻസിറ്റി വെക്ടറും ഒരേ ഡയറക്ഷൻ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. തീർച്ചയായിട്ടും ഈ 2 വെക്ടറിലും അല്ലെങ്കിൽ ഈ 2 കണ്ടക്ടറിലും കറണ്ട് ഉണ്ടാവില്ല. നമ്മുടെ ബ്രഷസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു 2 അല്ലെങ്കിൽ ഈ ഒരു ക്യൂ ആക്സിസിലാണ് ബ്രഷസ് ഉണ്ടാവുന്നത്. ഫൈൻ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം സിമിലർ നമുക്ക് മോട്ടറിൻ്റെ കേസ് നമുക്ക് ഇതിൽ തന്നെ സ്റ്റഡി ചെയ്യാം. സെയിം കറണ്ട് ഫ്ലോ എങ്ങനെയാണ്? ഇങ്ങനെയാണ് നമ്മുടെ മോട്ടറിൽ കറണ്ട് പോകുന്നതെന്ന് വിചാരിക്കുക. മോട്ടറിൽ നിന്നാണ് നമ്മൾ ഇൻപുട്ട് സപ്ലൈ DC കൊടുക്കുന്നു, കമ്മ്യൂട്ടേറ്റർ വഴി നമുക്ക് കറണ്ട് സപ്ലൈ ആർമേച്ചറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് നമ്മുടെ കറണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മളവിടെ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുക. എന്ത് കണ്ടുപിടിക്കാനായിട്ട്? ടോർക്കിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടാണ് അല്ലേ? ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടാണ്. ഇതാണ് നമ്മുടെ ഫോഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ കറണ്ട് ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഉള്ളിലോട്ട്, ഫീൽഡ് ഇങ്ങോട്ട്, ടോർക്ക് താഴോട്ട്. അപ്പോൾ മോട്ടറിൻ്റെ കേസാണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ WG അതായത് ഈ ഒരു കറണ്ട് ഡയറക്ഷൻ വെച്ചിട്ട് ജനറേറ്റർ ഒരു ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ മോട്ടർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അത് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഫൈൻ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ പിടികിട്ടി. ഇനി നമ്മൾ എന്താണ്? ഇനി നമ്മൾ ആർമേച്ചർ ഫ്ലക്സിൻ്റെ എഫക്റ്റ് എന്താണെന്ന് നോക്കണം.
ഇവിടെ നമുക്ക് ആർമേച്ചർ കണ്ടക്ടേഴ്സ് കറണ്ട് ക്യാരി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ആർമേച്ചർ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ആർമേച്ചർ ഫ്ലക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ് നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് ഇവിടെ തമ്പ് എന്ന് പറയുന്നിരിക്കുന്ന കറണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ഈ കേൾ ചെയ്യുന്നതാണ് നമ്മുടെ ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, നമ്മളിങ്ങനെ വെച്ചു ക്രോസ്, അതായത് കറണ്ട് ഇൻ ടു ദ ബോർഡ്. ഈ ഒരു കണ്ടക്ടറിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ കണ്ടക്ടറിൻ്റെ കാര്യമാണ്. ഇങ്ങനെ വെച്ചു, അപ്പോൾ ഒരു ക്ലോക്ക് വൈസ് ആണ് നമ്മുടെ ഫീൽഡ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫീൽഡ് വരുന്നത് ക്ലോക്ക് വൈസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ ഫീൽഡ് വരുന്നത് ക്ലോക്ക് വൈസ് ആണ് ഫീൽഡ് വരിക. ഇതാണ് നമ്മുടെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരിക. ഈ ഒരു കണ്ടക്ടറിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങോട്ടായിരിക്കും, പുറത്തോട്ടാണ് നമ്മുടെ കറണ്ട് ഡയറക്ഷൻ വരുന്നത്. ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും വരിക. ഓക്കെ, ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫീൽഡ് വരുന്നുവെന്ന് മനസ്സിലായി. ഓക്കെ ഫൈൻ. അപ്പോൾ ഈ ഒരു ആരോ ഡിനോട്ട് ചെയ്യുന്നത് ഏത് പോളിനെ ആയിരിക്കും? ഇതൊരു ആരോ ഡിനോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നോർത്ത് പോളിനെ ആയിരിക്കും ഡിനോട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് നോർത്ത് പോളിനെ ഡിനോട്ട് ചെയ്യുക എന്ന് പറയാൻ കാരണം? നമുക്കറിയാം, നമ്മളൊരു ബോർഡ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെറ്റീരിയൽ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നോർത്ത് പോളിനായിരിക്കും സൗത്ത് പോളിനായിരിക്കും. നോർത്ത് പോളിൽ നിന്നായിരിക്കും ഫീൽഡ് ജനറേറ്റ് ചെയ്യാം. സൗത്ത് പോളിൽ നിന്നിട്ട് ഇൻസൈഡ് ദ ബോഡി സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കായിരിക്കും പോവുക. ഔട്ട്സൈഡ് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കായിരിക്കും എയർ ഗ്യാപ്പിൽ പോവുക, പക്ഷേ ഇൻസൈഡ് ദ ബോഡി സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും ഡിനോട്ട് ചെയ്യുന്നതാണ്. ഫൈൻ. അപ്പോൾ ഈ ഒരു പോള് നമുക്ക് നോർത്ത് പോളാണെന്ന് പറഞ്ഞാൽ ഒരു പോള് നമുക്ക് കിട്ടി. ഫൈൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ മനസ്സിലായി. അപ്പോൾ മുമ്പത്തെ കേസ് പോലെയല്ല, നമുക്കിവിടെ 2 ഫ്ലക്സ് വന്നു. മുമ്പത്തെ കേസിലാകെ മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഉണ്ടായുള്ളൂ, പക്ഷേ ഇവിടെ 2 ഫ്ലക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതിന് ജസ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു മെയിൻ ഫ്ലക്സ് 5F ഉണ്ടായിരുന്നു. അതിനെ ക്രോസ് ചെയ്തുകൊണ്ട്, അല്ലേ, അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫ്ലക്സ് ഉണ്ട് 5A എന്ന് പറഞ്ഞ ഒരു ഫ്ലക്സ് വരും. 5A എന്ന് പറഞ്ഞാൽ ആർമേച്ചർ ഫ്ലക്സ് ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? എയർ ഗ്യാപ്പിലുണ്ടാകുന്ന ഫ്ലക്സ് കിട്ടുക. എയർ ഗ്യാപ്പിലുണ്ടാകുന്ന ഫ്ലക്സ്. ദിസ് ഈസ് നത്തിങ് ബട്ട് 5R റിസൾട്ടൻ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് MMF വെച്ച് പറയുകയാണെന്ന് വെച്ചാൽ നമുക്കിതിനെ FF എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു FF, ഇറ്റ് ഈക്വൽ ടു FA, ഇറ്റ്സ് ഈക്വൽ ടു FR. അത്രേ ഉള്ളൂ, ജസ്റ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എന്ത് സംബന്ധിച്ചു? നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. നേരത്തെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് കറണ്ട് ക്യാരി ചെയ്യാത്തപ്പോൾ ജസ്റ്റ് ഇതായിരുന്നു. ഇവിടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് മാറി, റിസൾട്ടൻ്റെ ഫ്ലക്സിൻ്റെ ഡയറക്ഷനെ മാറി. റിസൾട്ടൻ്റെ ഫ്ലക്സ് ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ്? റിസൾട്ടൻ്റെ ഫ്ലക്സ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിനെയാണ്, അല്ലേ? മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഈസ് ഓൾവേസ് ക്വാഡ്രേച്ചർ ടു ദാറ്റ് ഓഫ് റിസൾട്ടൻ്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഫ്ലക്സിനോട്, അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഫ്ലക്സിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വരിക. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ലൈനോട് പെർപെൻഡിക്കുലർ ആയിട്ട്, പെർപെൻഡിക്കുലർ പറഞ്ഞാൽ ഇതാണ് 90 ഡിഗ്രി വരെ, അല്ലേ? അപ്പോൾ ഈ ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സിനോട് പാരലായിട്ട് നിൽക്കുന്ന ഒരു കണ്ടക്ടറിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് മാഗ്നറ്റിക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ലൈ ചെയ്യുക എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഷിഫ്റ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാനായിട്ട് നോക്കാം. അടുത്ത സെക്ഷൻ അതാണ്, അല്ലെങ്കിൽ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഇതിനെ വരയ്ക്കാം, അപ്പോഴാണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് വരുള്ളൂ. ഓക്കെ, നോർത്ത് പോൾ, സൗത്ത് പോൾ, റോട്ടർ. ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കണ്ടക്ടർ ഉണ്ടായിരുന്നു, ഇവിടെയും കണ്ടക്ടർ ഉണ്ട്, ഇവിടെയും കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, നമ്മുടെ ബ്രഷസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? ബ്രഷസ് ഇവിടെയാണ് നമ്മുടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ സംഭവിച്ചത്? നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സിന് ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ചു, അല്ലേ? നേരത്തെ മെയിൻ ഫീൽഡ് ഫ്ലക്സ് ഇങ്ങനെയായിരുന്നപ്പോൾ ഇനി എങ്ങനെയാണ് പോകുക? ഇനി നമ്മുടെ ഫ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് വരിക. ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് വരിക. ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് വരിക. ഓക്കെ, റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സിൻ്റെ ഡയറക്ഷൻ മാറി. ഈ ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ 90 ഡിഗ്രി നിൽക്കുന്നതായിരിക്കും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, MNA എന്ന് വരിക. നേരത്തെ കേസിൽ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ്, അതായത് ബിഫോർ ആർമേച്ചർ റിയാക്ഷൻ കൺസിഡർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യൂ ആക്സിസിങ് ആയിരുന്നു, GNA തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ്, നമ്മുടെ ക്യൂ ആക്സിസും GNA മാറിയിട്ടില്ല. ക്യൂ ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ക്യൂ ആക്സിസ് വരിക.
കാരണം ക്യൂ ആക്സിസ് ഈസ് ഈക്വൽ ടു ക്വാഡ്രേച്ചർ ടു ദാറ്റ് ഓഫ് ഡി ആക്സിസ് ആയിരിക്കും, ജോമെട്രിക് ന്യൂട്രൽ ആക്സിസ് തന്നെയായിരിക്കും. പക്ഷേ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് റിസൾട്ടൻറ്റ് ഫ്ലക്സിനോട് ക്വാഡ്രേച്ചർ ആയിരിക്കും. അതുകൊണ്ട് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിന് ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ച് കഴിഞ്ഞു. ഓക്കെ, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഷിഫ്റ്റ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ കൊണ്ട് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിൽ ഒരു ഷിഫ്റ്റിംഗ് സംഭവിച്ചു. ഇനി അടുത്തെങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഫ്ലക്സ് ഡിസ്റ്റോഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു അല്ലേ, ഫ്ലക്സ് ഡിസ്റ്റോഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഫ്ലക്സ് ഡിസ്റ്റോഷൻ ആയത്? നമുക്കറിയാം ഈ ഒരു ടിപ്പ് ഇതൊരു പോൾ ടിപ്പാണെന്ന് വരിക. ഈ ഒരു പോൾ ടിപ്പിനെ ഞാൻ N1 എന്ന് വിളിച്ചു, ഇതിന് N2 എന്ന് വിളിച്ചു, ഇവിടെ S1 എന്ന് വിളിച്ചു, ഇവിടെ S2 എന്ന് വിളിച്ചു. അപ്പോൾ ഈ N1 എന്ന് പറഞ്ഞ പോൾ ടിപ്പും S2 എന്ന് പറഞ്ഞ പോൾ ടിപ്പും നോക്കാം. ഈ രണ്ട് പോൾ ടിപ്പിലാണ് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലുള്ളത് അല്ലേ, കമ്പയർ ടു ദാറ്റ് ഓഫ് N2 S1ലും. ഈ N1ലും S2ലാണ് കൂടുതലായിട്ടുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു ഫ്ലക്സ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാകുന്നത് രണ്ട് പോൾ ടിപ്സിൽ കൂടുകയും ബാക്കി രണ്ട് പോൾ ടിപ്സിൽ കുറവായിട്ടുള്ള ഒരു ഫ്ലക്സ് ഡെൻസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വേവ് ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോൺ യൂണിഫോം ആയിരിക്കും, അപ്പോൾ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷിഫ്റ്റ് ആയെന്ന് പറഞ്ഞു. ഇനി മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എന്താ പ്രശ്നം? എന്താണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് ഷിഫ്റ്റ് ആയതുകൊണ്ട് എന്താ പ്രശ്നമുള്ളത്? നമ്മൾ ഇത്രയും നേരം ഈ കേസെല്ലാം ഡിസ്കസ് ചെയ്ത സമയത്ത് നമുക്ക് നോക്കിയാൽ കണ്ട ബ്രഷസിൻ്റെ അവിടെയുള്ള കണ്ടക്ടറിൽ EMF ഒന്നും തന്നെ ഇൻഡ്യൂസ്ഡ് ആയിട്ടുണ്ടായിരുന്നില്ല, അവിടെ കറണ്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ബ്രഷസിൽ എന്താണ് സ്പാർക്കിംഗ് ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. പക്ഷേ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് കണ്ടക്ടേഴ്സിലായിരിക്കും എന്ത് പറയാം, EMF എന്ന് പറയുന്നത് 0 ആയിരിക്കുക, കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കുക. അപ്പോൾ നമ്മുടെ ബ്രഷസ് ലൈ ചെയ്യുന്ന ആക്സിസ് അല്ലെങ്കിൽ ബ്രഷസ് ലൈ ചെയ്യുന്ന കണ്ടക്ടറിൽ തീർച്ചയായിട്ടും കറണ്ട് ഉണ്ടായിരിക്കും. എന്താണോ നേരത്തെ ഉണ്ടായിരുന്ന കറണ്ട് അതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ബ്രഷസിൻ്റെ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഇവിടെ വെച്ച് തന്നെ ഈ ഒരു ആക്സിസിൽ വെച്ച് തന്നെ നമുക്ക് എന്താണ് കറണ്ട് റിവേഴ്സൽ നമുക്ക് സംഭവിച്ചു അല്ലേ. ഇവിടെ ക്രോസ് ആയിരുന്നെങ്കിൽ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഡോട്ടായി കറണ്ടിൻ്റെ റിവേഴ്സൽ സംഭവിച്ചു. അപ്പോൾ നമുക്കിവിടെ കറണ്ടിൻ്റെ റിവേഴ്സൽ കിട്ടുന്നത് കുറച്ച് ഡിലേ ആയിട്ടാണ്. അപ്പോൾ ഡിലേഡ് കമ്പ്യൂട്ടേഷൻ കൂടി നമുക്കിതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നുണ്ട് അല്ലേ. നമുക്ക് നേരത്തെ നമുക്ക് എന്താ പറയുക ഈ ഒരു ആക്സിസിൽ തന്നെ ക്യൂ ആക്സിസിൽ തന്നെ നമുക്ക് എന്താണ് അവിടെ ഒരു കമ്പ്യൂട്ടേഷൻ നമുക്ക് സാധിച്ചു. പക്ഷേ നമുക്കിവിടെ ക്യൂ ആക്സിസിലല്ല കമ്പ്യൂട്ടേഷൻ നടക്കുന്നത്, കുറച്ചുകൂടി ഡിലേഡ് ആയിട്ടാണ് നമുക്ക് കമ്പ്യൂട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഡിലേഡ് കമ്പ്യൂട്ടേഷൻ വരും, നമുക്ക് സ്പാർക്കിംഗ് വരും ബ്രഷസിൽ. അപ്പോൾ അത്തരത്തിൽ എഫക്ട്സ് ഒക്കെയാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതിനിപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? നമുക്ക് ഇനി ബ്രഷസിൽ സ്പാർക്കിംഗ് വരണ്ട എന്നൊരു കണ്ടീഷൻ വരുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഷിഫ്റ്റ് ആയത് കൂടി തന്നെ ബ്രഷസ് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ബ്രഷസിനോട് നമ്മൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് വരച്ചു തരാം. ഇതാണ് നമ്മുടെ φF ഫീൽഡ് ഫ്ലക്സ്, ഇതാണ് നമ്മുടെ ആർമേച്ചർ ഫ്ലക്സ് ആയിരുന്നത്. അപ്പോൾ ഇതിനാണ് രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ടായിരുന്നു ആദ്യത്തെ ഫ്ലക്സ് വന്നിട്ടുണ്ടായിരുന്നത്, φR റിസൾട്ടൻറ്റ് ഫ്ലക്സ്. ഈ φRനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഉണ്ടായിരുന്നു. ഓക്കെ, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് 1 ഓക്കെ ഉണ്ടായിരുന്നു വിചാരിക്കാം. φRനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരുന്നു മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് 1 എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് മായ്ക്കുകയാണ്, ആദ്യത്തെ കേസിൽ മായ്ക്കുകയാണ്. ഞാൻ ആദ്യത്തെ കേസ് മാച്ച് കഴിഞ്ഞിട്ടാ ഞാൻ ജസ്റ്റ് വീണ്ടും വരയ്ക്കുകയാണ്. നോർത്ത് പോൾ, സൗത്ത് പോൾ. ഓക്കെ, കണ്ടക്ടേഴ്സ് ഇവിടെ രണ്ട് കണ്ടക്ടർ ഉണ്ട്, ഇവിടെയും രണ്ട് കണ്ടക്ടർ ഉണ്ട്, ഇവിടെ ഒരു കണ്ടക്ടർ, ഇവിടെ ഒരു കണ്ടക്ടർ, ഇവിടെ ഒരു കണ്ടക്ടർ, ഇവിടെ ഒരു കണ്ടക്ടർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻസ് അക്കൗണ്ടിൽ എടുത്തതിനായിട്ട് ഇതാണ് നമ്മുടെ പുതിയ ആക്സിസ്. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ആക്സിസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബ്രഷസിൽ നമ്മൾ മാറ്റി വയ്ക്കുകയെന്ന് വിചാരിക്കുക. നമ്മൾ ഇത്ര നേരം പറഞ്ഞു മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ അവിടെയാണ് കറണ്ട് ഇൻഡ്യൂസ് അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ആ കണ്ടക്ടറിൽ 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ബ്രഷസിൻ്റെ അവിടെ സ്പാർക്കിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം ബ്രഷസിൻ്റെ അവിടെ കണ്ടക്ടറിൽ കറണ്ട് ഉണ്ട് അല്ലെങ്കിൽ EMF ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റാനായിട്ട് എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് സംഭവിച്ചു, ബ്രഷസിനെ നമ്മൾ മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ പ്രൊപ്പോർഷനായിട്ട് ഷിഫ്റ്റിംഗ് നടത്തി. അപ്പോൾ നമ്മൾ ബ്രഷസിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. എങ്ങനെ മാറ്റി എന്നല്ല, ഇങ്ങോട്ട് മാറ്റി എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായി, ഇവിടെ നമുക്കറിയാം ഡോട്ട്
ഇവിടെ നമുക്ക് ക്രോസ് ആണ്, ഇവിടെ നമുക്ക് ഡോട്ട് ആണ്. സെയിം ഡയറക്ഷനിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യാണ്. ഒമേഗ ജി മോട്ടറിൻ്റെ കേസ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ എന്തായി, ഈ ഒരു ഡോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഫ്ലക്സ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ആർമേച്ചറിൽ വീണ്ടും ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ഇവിടെയും ഫ്ലക്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നോർത്ത്, ഇതാണ് നമ്മുടെ സൗത്ത് പോൾ വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ നോർത്ത് പോൾ വരിക, ഇതാണ് നമ്മുടെ സൗത്ത് പോൾ വരിക. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഫ്ലക്സ് ഇതായിരുന്നു ഫൈ, എഫ് ഇതായിരുന്നു. നേരത്തെ നമ്മുടെ ഫ്ലക്സ് ഫൈ ഇങ്ങനെയായിരുന്നു, നേരത്തെ നമ്മുടെ ഫ്ലക്സ് ഫൈ ആർ ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഫ്ലക്സ് എന്തായി, കുറച്ചും കൂടി ഇങ്ങോട്ട് മാറി അല്ലേ. ഇപ്പോൾ ഇങ്ങോട്ടായി ഫൈ ആർ ഇങ്ങോട്ടായി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലക്സ് വരിക. ദിസ് ഈസ് നത്തിങ് ബട്ട് ഫൈ റിസൾട്ടൻ്റ്. അപ്പോൾ എന്താ സംഭവിക്കും, മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് വീണ്ടും ഇതിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ വീണ്ടും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസിൻ്റെ ഷിഫ്റ്റിംഗ് സംഭവിക്കും. കറക്റ്റായിട്ട് ഇതിൽ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഫൈ ആർ 1 ഞാൻ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ റിസൾട്ടൻ്റ് ഇവിടെ ആയിരിക്കും വരിക. ഈ റിസൾട്ടിനോട് എന്തായിരിക്കും 90 ഡിഗ്രി വരുമ്പോൾ 90 ഡിഗ്രി MN2 വരും. അപ്പോൾ വീണ്ടും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഷിഫ്റ്റിംഗ് സംഭവിക്കും. അപ്പോൾ വീണ്ടും മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് ഷിഫ്റ്റിംഗ് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ എവിടെയാണ് ബ്രഷസ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ബ്രഷസിൻ്റെ അവിടെയുള്ള കണ്ടക്ടറിൽ വീണ്ടും കറണ്ട് ക്യാരി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്കെങ്ങനെ ബ്രഷസ് ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് എളുപ്പമുള്ള ഒരു പ്രോസസ്സല്ല. പക്ഷേ ചെറിയ ജനറേറ്റേഴ്സിലെല്ലാം നമ്മൾ ബ്രഷസ് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സുകളുണ്ട്. പക്ഷേ ഈ ഒരു എന്താ പറയുക, ആർമേച്ചർ റിയാക്ഷൻസ് അല്ലെങ്കിൽ സ്പാർക്കിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബ്രഷസിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സല്ല നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ളൊരു കാര്യം. ആർമേച്ചർ റിയാക്ഷനെ എലിമിനേറ്റ് ചെയ്യാനുള്ള എഫക്ട്സിനെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു എഫക്ട്സുകൾ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു എഫക്റ്റുകൾ നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ആർമേച്ചർ റിയാക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രോസസ്സ് നമുക്ക് നടക്കുന്നത് എന്നാണ് പറയാം. ഓക്കെ ഫൈൻ. ഇനി നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റും ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റിൻ്റെ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്ട്സ് മെയിനായിട്ട് നമുക്കുള്ളത് ഈ പോളിൻ്റെ റീജിയനാണ്, ഈ പോളാർക്ക് റീജിയനിലാണ് നമുക്ക് ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റ് ഉണ്ടാകുന്നത്. കണ്ടോ, ഈ ഒരു ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്റ്റോർട്ടഡ് ആവുന്നത് കൂടുതലും ഈ ഒരു പോളിൻ്റെ ഒരു ആക്സിസിലാണ്, അല്ലെങ്കിൽ പോളാർക്ക് റീജിയനിലാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ്, അതായത് ഫ്ലക്സിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് എഫക്റ്റ് നമുക്ക് കൂടുതലും ഈ ഒരു ഇൻ്റർപോൾ റീജിയനിലാണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ ഫൈൻ. അപ്പോൾ ഡീമാഗ്നറ്റൈസേഷൻ എഫക്റ്റ് നിങ്ങൾ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ജസ്റ്റ് മാറ്റുന്നുണ്ട്. നിങ്ങൾക്കൊരു ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഷിഫ്റ്റിങ്ങിന് ഞാൻ ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഞാൻ ഡിഫൈൻ ചെയ്യാണ്. അതായത് ആദ്യം മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ക്യൂ ആക്സിസിനോടായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിളായിട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഇവിടെ അതേപോലത്തെ സെയിം ആയിട്ടുണ്ടാവും, ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിളായിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ താഴെയും അതേപോലെ തന്നെ ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ആംഗിൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡീമാഗ്നറ്റൈസേഷൻ്റെ നമ്മുടെ ആംപിയർ ടേൺസ് നോക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 4 ബീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു സെഡ് IA ഡിവൈഡഡ് ബൈ 2AP. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്താണ് ആംപിയർ ടേൺസ്? ഈ ഒരു ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് ഞാൻ ജസ്റ്റ് പറയാം. ആംപിയർ ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപിയർ ടേൺസ്, അല്ലെങ്കിൽ ആദ്യം ആംപിയർ കണ്ടക്ടേഴ്സ് പറഞ്ഞിട്ടായിരിക്കും എളുപ്പം. ആംപിയർ കണ്ടക്ടേഴ്സ് പറഞ്ഞാൽ ആംപിയർ എന്ന് പറഞ്ഞാൽ കറണ്ട് ആണെന്ന് അറിയാം. കറണ്ട് ഓക്കെ ഇൻറ്റു കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പാരലൽ പാത്തിലുള്ള കറണ്ടാണ് എടുക്കുക കേട്ടോ. ടോട്ടൽ കറണ്ടില്ല, കറണ്ട് ഇൻ പാരലൽ പാത്താണ് എടുക്കുക. IC ഇൻറ്റു കണ്ടക്ടേഴ്സ് എന്താണ്? സെഡ്. ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് സെഡ് ആണ് എടുക്കാമെന്നിരിക്കുക. ഇനി ഈ IC എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന IA ഉണ്ടെങ്കിൽ IA ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാരലൽ പാത്സ് ആയിരിക്കും നമുക്ക് IC എന്ന് പറയുക. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ആംപിയർ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. ഈ കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പാരലൽ പാത്തിൽ കൂടെ പോകുന്ന കറണ്ടിനെയാണ് നമ്മൾ പറയുക. പാരലൽ പാത്തിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് IA ബൈ A ആയിരിക്കും. IA എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടോട്ടൽ ആർമേച്ചർ കറണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാരലൽ പാത്സ് ആയിരിക്കും. ഓക്കെ ഫൈൻ. ഇനി
ആംപിയർ ടേൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ആംപിയർ ടേൺസ് എന്ന് പറഞ്ഞാൽ ടേൺ, ഒരു 2 കണ്ടക്ടർ കൂടിയാണ് ഒരു ടേൺ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് സെഡ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ ടേൺ എന്ന് പറയുമ്പോൾ എന്താണ് സെഡ് ബൈ 2 വന്നു അല്ലേ. സോ സെഡ് ബൈ 2 ഇൻറ്റു ഐസിന് ഞാൻ IA/A എന്ന് എഴുതി, IA/A എന്ന് എഴുതി. ഈ ആംപിയർ ടേൺസ് പെർ പോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സെഡ് ബൈ 2 IA ഡിവൈഡഡ് ബൈ AP. അതാണ് ഇവിടെ സെഡ് IA ഡിവൈഡഡ് ബൈ 2AP എന്ന് എഴുതുന്നത്. അപ്പോൾ ടോട്ടൽ ആംപിയർ ടേൺസിൽ 4 ബീറ്റ ഡിവൈഡഡ് ബൈ 360 എന്ന് പറയുന്നത്, 4 ബീറ്റ എന്ന് പറയുന്നത് ഇവിടെ താഴെ 2 ബീറ്റയും മുകളിലും 2 ബീറ്റ ഉണ്ട്, അതാണ് 4 ബീറ്റ എന്ന് പറയുന്നത്. വെർ ബീറ്റ ഈസ് നത്തിങ് ബട്ട് ഇലക്ട്രിക്കൽ ആംഗിൾ ആണ്. അപ്പോൾ 4 ബീറ്റ ബൈ 360 ഡിഗ്രി എന്ന് പറയുന്നതാണ് എന്ത് സംഭവിക്കുന്നത്, 4 ബീറ്റ ഡിവൈഡ് ബൈ 360 ഇൻറ്റു സെഡ് IA ഡിവൈഡ് ബൈ 2AP ആണ് ഡീമാഗ്നറ്റൈസേഷൻ മൂലമുണ്ടാകുന്ന എന്ത് ആംപിയർ ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്രോസ് മാഗ്നറ്റൈസേഷൻ മൂലം ഉണ്ടാകുന്ന ആംപിയർ ടേൺസ് എന്തായിരിക്കും? നമുക്ക് ടോട്ടലിൽ നിന്ന് 360 മൈനസ് 4 ബീറ്റ ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു സെഡ് IA ഡിവൈഡഡ് ബൈ 2AP ആയിരിക്കും ക്രോസ് മാഗ്നറ്റൈസേഷൻ മൂലമുണ്ടാകുന്ന ആംപിയർ ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്രോസ് മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ക്രോസ് മാഗ്നറ്റൈസേഷൻ കാരണം കൊണ്ട് നമ്മൾക്ക് ഫ്ലക്സിന് ഡിസ്റ്റോർഷൻ ഉണ്ടാകുന്നു. ഡീമാഗ്നറ്റൈസേഷൻ കാരണം കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു? ഡീമാഗ്നറ്റൈസേഷൻ കാരണം കൊണ്ട് നമുക്ക് ഫ്ലക്സ് പെർ പോളിനെ നമുക്ക് റെഡ്യൂസ്ഡ് ആവുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5F ഇത് ഞാൻ ഒന്നുകൂടെ പറയാം, 5R. ഓക്കെ, 5R ഒരു ആംഗിൾ നമുക്ക് ബീറ്റ എന്ന് വിളിക്കാം. ഓക്കെ ഫൈൻ, ബീറ്റ. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുക കേട്ടോ. ഈ ഒരു കേസിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എന്താണ് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു, ബ്രഷ് ആക്സിസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എന്താണ് നമ്മുടെ ഈ ഒരു എയർ ഗ്യാപ്പിന്, അതായത് നമ്മുടെ ഈ ഒരു ആർമേച്ചർ ഫ്ലക്സിന് 2 കമ്പോണൻസ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, 2 കമ്പോണൻസ് ഉണ്ടാകുന്നത്. ഒന്നെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 5R, ഇതാണ് ബീറ്റ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 5R കോസ് ബീറ്റ എന്ന് പറയും, ദിസ് ഇസ് ഈക്വൽ ടു 5R സൈൻ ബീറ്റ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതിൽ 5R കോസ് ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന കമ്പോണൻ്റ് ആണ് ഡീമാഗ്നറ്റൈസേഷൻ കമ്പോണൻറ്റ്, മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ കുറയ്ക്കുന്ന കമ്പോണൻ്റ് ആണ് 5R കോസ് ബീറ്റ എന്ന് പറയുന്നത്. 5R സൈൻ ബീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്രോസ് മാഗ്നറ്റൈസേഷൻ എഫക്റ്റിനെ, അതായത് ക്രോസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും 5R ആർമേച്ചർ ഫ്ലക്സിന് 2 കമ്പോണൻ്റ് ഉണ്ട്, ഒന്ന് 5R കോസ് ബീറ്റയും ഒന്ന് 5R സൈൻ ബീറ്റയും ആണ്. 5R കോസ് ബീറ്റ എന്ന് പറയുന്നതാണ് ഡീമാഗ്നറ്റൈസേഷൻ കമ്പോണൻറ്റ്, 5R സൈൻ ബീറ്റ എന്ന് പറയുന്നതാണ് ക്രോസ് മാഗ്നറ്റൈസേഷൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ക്രോസ് മാഗ്നറ്റൈസേഷൻ കാരണം കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. ക്രോസ് മാഗ്നറ്റൈസേഷൻ കാരണം കൊണ്ടാണ് ഈ ഒരു ഫ്ലക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ ആവുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മാഗ്നറ്റിക് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഷിഫ്റ്റിംഗ് ആവുന്നത്. അതിൻ്റെ റിസൾട്ട് എന്താണ്? ഡീമാഗ്നറ്റൈസ്ഡ് ആയിട്ട് ഫ്ലക്സ് പെർ പോൾ കുറയാനുള്ള ചാൻസ്. അപ്പോൾ ഇങ്ങനെയാണ് ആർമേച്ചർ റിയാക്ഷൻ്റെ ചെറുതായിട്ടുള്ളൊരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രോസസ്സുകൾ നടക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവർക്കും